ഇതെന്താ മഴക്കാലത്താണോ ശ്രീലങ്കയെ കൊണ്ട് ടെസ്റ്റ് വെച്ചേ? എല്ലാ ദിവസവും മഴയുള്ള മതി. ഫസ്റ്റ് ടെസ്റ്റിൽ മഴ, ഇപ്പോൾ സെക്കൻഡ് ടെസ്റ്റിൽ ഇത് തന്നെ അവസ്ഥ. ഇന്ന് 2-3 പ്രാവശ്യം മഴ കാരണം കളി മുടങ്ങി. പിന്നെ കളിയിലേക്ക് വരാണെങ്കിൽ ശ്രീലങ്ക നമ്മൾ വിചാരിച്ചത്, ഇന്നലത്തെ വീഡിയോ പറഞ്ഞത് ഇന്ന് ഫുൾ ഓൾ ഔട്ടായി പോകുമെന്ന് വിചാരിച്ചത്. പക്ഷേ അവരുടെ ആദ്യത്തെ വിക്കറ്റ്, ഇന്നലെ 2 വിക്കറ്റ് പോയി, ഇന്ന് ഫസ്റ്റ് വിക്കറ്റും 3ാമത്തെ വിക്കറ്റും പെട്ടെന്ന് പോയി. അപ്പോൾ വിചാരിച്ച് ചീട്ടോട്ടാരൻ പോലെ വീഴുന്നു. ഒരു രക്ഷ ഉണ്ടായില്ല. അവിടെ സൂര്യബന്ദ്ര എന്ന് പറഞ്ഞാൽ ചങ്ങാതിയും 4ാം വിക്കറ്റ് കൂട്ടുകെട്ട് 100 റൺസിന് മുകളിലേക്ക് പാർട്ണർഷിപ്പ് പോയേ. നമ്മുടെ ബൗളേഴ്സ് മാറി മാറി എറിഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. പിന്നെ പ്രസീദ് കൃഷ്ണനെ വേണ്ടി വന്നു അവരുടെ പാർട്ണർഷിപ്പ് പൊളിക്കാനായിട്ട്. എന്തായാലും ഈ സെക്കൻഡ് ടെസ്റ്റിൽ പ്രസീദ് കൃഷ്ണൻ നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ബോളിങ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത വിക്കറ്റ് പിടിയിൽ പോയി. ജഡേജ അടുത്ത വിക്കറ്റ് കിടും. അത് കഴിഞ്ഞ് ഇതേ വന്നു. ഫസ്റ്റ് ടെസ്റ്റിൽ ആദ്യത്തെ ഇന്നിങ്സ് സെഞ്ചുറി അടിച്ചു. 2ാമത്തെ ഇന്നിങ്സിൽ 80-85 റൺസ് എടുത്ത സോണൽ ദിനുഷ. പുള്ളി അതേപോലെ തന്നെ ഇന്തുട്ടാ ബാറ്റിങ്. പിന്നെ അവരുടെ ക്യാപ്റ്റന് വലിയതായിട്ട് ഫോം ആകാൻ പറ്റിയില്ല. അതിനുശേഷം വന്നോരൊക്കെ പുള്ളിക്ക് നല്ല സപ്പോർട്ട് കൊടുക്കണേ. അവരുടെ എന്നിട്ട് കെസാരെ ആ ഒരു ബൗളർ 74 ബോൾ ഫേസ് ചെയ്തു, 18 റൺസ് എടുത്തോളൂ. പക്ഷേ ഒരു സൈഡിൽ നിന്ന് സോണൽ ദിനുഷ റൺസ് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആ ബൗളറായിട്ട് അടുത്ത ആൾ വന്നു, കുമാരാന്ന് പറഞ്ഞത്. ആ പുള്ളി ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നുണ്ട്, 50 ബോളെ ഫേസ് ചെയ്യണേ. ഇവരൊക്കെ നിന്ന് ഡിഫെൻഡ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എങ്ങനെ കളിച്ചു എന്ന് പറഞ്ഞാലും കാര്യമില്ല കേട്ടോ. നാളെ രാവിലെ ഇവർ ഓളോട്ടാവും. പക്ഷേ ഇന്ന് 265 റൺസിന് ശ്രീലങ്ക കളി നിർത്തി. ഇപ്പോൾ നിർത്താൻ കാരണം മഴ ആയതുകൊണ്ട് കേട്ടോ. ഇനി ശ്രീലങ്കയ്ക്ക് 238 റൺസ് കൂടി വേണം ഇന്ത്യയുടെ ഒപ്പം എത്താനായിട്ട്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇനി 2 വിക്കറ്റ് കയ്യിലുള്ളൂ. ഇനി നാളെ 4ാം ദിവസം. എന്തായാലും നാളെ മോർണിംഗ് ടീക്ക് സമയത്ത് അതിന് മുമ്പ് തന്നെ മിക്കവാറും ശ്രീലങ്ക ഓൾ ഔട്ട് ആവുമായിരിക്കും. പക്ഷേ മഴ പെയ്യരുത്. ഈ മഴേനെ കൊണ്ടുള്ള ഏറ്റവും വലിയ കഷ്ടപ്പാട്. ഇന്ത്യ നല്ല വിജയത്തിൻ്റെ അടുത്തേക്ക് എത്തിയേക്കണേ. മഴ പെയ്തില്ലെങ്കിൽ സംഭവം സെറ്റാ. നമ്മൾ ഇന്നലത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഈ കളി നമുക്ക് തന്നെ ഉള്ളതാണ്. നോക്കാം നമുക്ക് എന്താവുന്നു. എന്നാൽ പിന്നെ നമുക്ക് നാളത്തെ കളിയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം. താങ്ക്